ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. ഇന്ന് വിഷുവാണ്. അപ്പോൾ നമ്മൾ വിഷു ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നു. പിന്നെ ആദ്യം തന്നെ വേറൊരു കാര്യം പറയട്ടെ. ഇപ്രാവശ്യം നമ്മൾ വെടി വാങ്ങണ്ടെന്ന് തന്നെ വിചാരിച്ചാണ്. വെടി കത്തുന്നത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ ഇവിടെ കുറച്ചായിട്ട് ഒരു അതിഥി വന്നിട്ട് വീട്ടിൽ. ആ അതിഥി ഉള്ളതുകൊണ്ട് അതിഥിക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ ഈ ഇവിടുന്ന് വെടിയെല്ലാം പൊട്ടിച്ചത്. അതുകൊണ്ട് നമ്മൾ വെടിയെല്ലാം കുറച്ച് ഇപ്രാവശ്യം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെടിയൊക്കെ പൊട്ടിക്കണ്ട് ത്യജിച്ചു കേട്ടോ. ആ അതിഥി ആരാന്ന് കാണിച്ചു തരാം. വാ തേജു, കാണിച്ചു കൊടുക്കാലോ. തേജു വന്നിട്ടുണ്ട് കേട്ടോ. ചങ്ങായിമാരെ, അമ്മ ഏണി വിളിച്ചേക്കുന്നുണ്ട്. എന്നാ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടോ ചങ്ങായിമാരെ, എന്താ അതിഥികളൊക്കെ ഉണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾ? എന്താ ചങ്ങായിമാരെ, രണ്ടാളും ഞാൻ തോന്നുന്നു ഇതിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ ഈ അതിഥികൾക്ക് ബുദ്ധിമുട്ടാവും. ഇത് ബുൾബുളിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇത് മുട്ടയിട്ട് പൂരത്തിന് ഇവിടെ നമ്മളെ വന്നിട്ട് വർത്താനം പറയുമ്പോൾ തന്നെ ഇതിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ അച്ചി ഇങ്ങനെ നോക്കിയിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല ഇതിനെ തിരിച്ചിട്ട്. നമ്മളിതിനെ നോക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വെടിയൊക്കെ ഒഴിവാക്കി. ചങ്ങായിമാരെ, അടുത്ത നമ്മളെ വീട്ടിലെ ഒരു വിളവെടുപ്പാണ് കേട്ടോ. അടുക്കളത്തോട്ടത്തിൻ്റെ വിളവെടുപ്പാണ്. അത് കാണിച്ചു തരാം ഞങ്ങൾക്ക്. അമ്മ വിളവെടുപ്പിനായി തയ്യാറായി വന്നിട്ടുണ്ട്. അതും തന്നെ വഴുതിനങ്ങ, കണി വെക്കാനുള്ള വഴുതിനങ്ങയാണ് നമ്മൾ. വഴുതിനങ്ങ വയലറ്റ് വേണോ ഇത് വേണോ? ഏതെങ്കിലും എടുത്തോ. എല്ലാം പറിക്കാനായില്ലേ? മറ്റേതും പറിച്ചോ. പിന്നെ കാബേജ്. അടുത്തത് കാബേജ്. കോളിഫ്ലവർ ഇല്ല. ഇതാണ് കാബേജ്. ഇതാണ് കാബേജ്. കാബേജ് ചങ്ങായിമാരെ, കാബേജ് കൊടുക്കും. ചോപ്പ് കളറുണ്ടോ? അടുത്ത നമുക്ക് വേണ്ടത് മാങ്ങയും അണ്ടിയും ആണ് കേട്ടോ. നമ്മ ചക്ക കിട്ടീനോ? എന്നാ നമുക്ക് മാങ്ങ അണ്ടിയും പറിച്ചു തരാൻ. അമ്മായി വന്നിനോലും ചക്ക. നമുക്ക് മാങ്ങ അണ്ടിയും പറിക്കാവാ. നമ്മളെ താഴെപ്പറമ്പത്ത് ഇങ്ങനെ ഒരു മാവുള്ളതുകൊണ്ട് അതിലിട്ട അണ്ടി ആടെ ഉണ്ട്. മാങ്ങ വരുമ്പോൾ പറിക്കുന്നത്. മാങ്ങ വരുമ്പോൾ പറിക്കും. ആദ്യം അണ്ടി പറിക്കാം. അണ്ടി കാട്ടിലോട്ട് പോകണം ചങ്ങായിമാരെ. ഇതാ നമ്മൾ കൊടും കാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ചങ്ങായിമാരെ. കൊടും കാട് എന്ന് വെച്ചാൽ കൊടും കാട്. ഭീകരതയുടെ വക്കിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പന്നിയെല്ലാം കേട്ടോ. പന്നി, പെരുമ്പാമ്പ്, രാജവെമ്പാല ഇതിലുള്ള കാടാണ്. ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ചങ്ങായിമാരെ. ഇതാണ് പിർത്തി. ഇതിൻ്റെ മേലെ എവിടെയെല്ലാം ഉണ്ട്, നോക്കണം. അതിസാഹസികമായി മാമൻ ഏണിയിൽ കയറുന്നു. ഇതൊക്കെ എന്ത് ഏണിയൊന്നും വേണേ. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഉറുമ്പിൻ്റെ കൂടെ പഞ്ഞിലൂടെ ചേരിച്ച് എൻ്റെ എടുത്ത് പഞ്ഞേക്കും. അങ്ങനെ മേലെ എത്തിയിരിക്കുകയാണ് ചങ്ങായിമാരെ. സാഹസികമായ അണ്ടി പരിക്കലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ അണ്ടിയൊന്നും ഇത് കാണില്ല. എല്ലാം മറ്റേ ഇതേ ഉള്ളൂ. തീളണ്ടിയേ ഉള്ളൂ. बड़ा अंडी नहीं है. हाँ इधर है. आगे हुआ वो जा सकता है भाई. वो छोड़ो, मुश्किल नहीं. अकोंबन जाऊँ ले. करेगा, मुश्किल नहीं, छोड़ो. चिंता मत करो. കാണാം.
സിംഹവാലം കുരങ്ങ് മരത്തിൽ കയറി അണ്ടി വരിക്കുന്ന ദൃശ്യങ്ങൾ. ഇതുവരെ ഒരു ക്യാമറയിൽ പകർത്താത്ത ദൃശ്യങ്ങളാണ് നമ്മളുടെ ക്യാമറയിൽ പകർത്തുന്നത്. താഴത്തെ കൊമ്പ് പൊട്ടിച്ചു. മേലോട്ടുണ്ട്, മേലുണ്ട്. അടുത്ത് അത് താഴെട്ടിട്ടോ, ഇങ്ങോട്ടേക്ക് ഇട്ടോ. സാഹസികതയുടെ വക്കിൽ നിൽക്കുന്ന മാമൻ. പണ്ട് മരം കരുതി വെറുതെ ആയിട്ടില്ല അല്ലേ? അതാ മുമ്പിൽ ആ അത് മതിയില്ലേ? നോക്കാം പിടിക്കുവാ. അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ രണ്ടുപേർ മരത്തിൽ. ഇതാ ചങ്ങായിമാരെ അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുന്നത് മാമനും മോനും കൂടിയിട്ട്. ഇത് സൈക്കിളോട്ടക്കാർ എണി പിടിച്ചു കൊടുത്തിട്ട് കയറും പോലെയാണ് കയറുന്നത്. മരമൊന്നും ഇല്ലാതെ കുത്തനെ അവിടെ വെച്ചിട്ടാണ് മാങ്ങ വരക്കുന്നത്. ഒരു 3 ആ 4 9 ആളാ. മറ്റേ കൊമ്പ് പൊട്ടിക്ക്. ഈ കൈ ഇളക്കിക്കോ. എല്ലാരും ഇതൊന്നും കൂടെ കേൾക്കും. മറ്റേത് പൊട്ടിക്ക്. മറ്റേത് 3 അതിന്റെ വലത്തെ കൈ പിടിച്ചതിന്റെ അപ്പുറത്ത് ആളക്ക് മേലോട്ടൊന്ന് പൊട്ടിക്ക്. മാങ്ങയൊന്നും കാണുന്നില്ലേ ഇതിനകത്ത്. ചക്കയാണ്. പൊട്ടിച്ചാ എന്നാ ഇറങ്ങും. അടുത്തേ നല്ല ഇറങ്ങി. മൈക്കില്ല, മൈക്ക് വേണമെന്ന് പറഞ്ഞാ അതിങ്ങ തായോട്ടുണ്ട്. ഇതാ ഇവിടെ ആടുന്ന് വരക്കേ കിട്ടെ എത്തുന്നില്ല. താഴെ ഇറങ്ങട നീ. ഒരു സ്റ്റെപ്പ് ഇറങ്ങും. അതിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ ചങ്ങായിമാരേത്. ഒരാളപ്പുറത്ത് നമ്മളെ പായിൻ്റെ കയറി ഇരിക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ അയക്കുമ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ. ഇതാണ് അവരെ അച്ഛനും അമ്മയും കേട്ടോ. ഒന്ന് ഇയാൾ, മറ്റേത് എവിടെ? രണ്ടാളാടിയുണ്ട് കേട്ടോ. കണ്ടാ അതിന് തീറ്റ കൊടുക്കില്ല കേട്ടോ. വന്നിട്ട് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കരയുന്നുണ്ടോ. ചങ്ങായിമാരെ അണ്ടിയും മാങ്ങയും എല്ലാം പറിച്ച് സെറ്റാക്കി വെച്ച് കണി വെക്കേണ്ട സാധനമെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ നെയ്യപ്പം ചുടുന്നുണ്ട് കേട്ടോ. നമുക്കത് കാണാലോ. അമ്മ എന്താ നെയ്യപ്പം ചുടല്? എവിടെ എത്തി? നെയ്യപ്പം കണ്ടോ ചങ്ങായിമാരെ? നമ്മളെ നെയ്യപ്പം എന്തുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ചങ്ങായിമാർക്ക് തിന്നാൻ കഴിയില്ലല്ലോ. എന്നാ ഇവിടെ വന്നാൽ കിട്ടും. നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ പുറത്തൊന്ന് എടുത്തു വെച്ചിട്ട് ഇതിന്റെ ഐതിഹ്യം അമ്മയോട് ചോദിച്ചേക്ക. എന്നാ അമ്മ അതിൻ്റെ ഇത് അതിന് അങ്ങനെ വെക്കുന്നു പുറത്ത്? ദൈവത്തിനല്ല അടുപ്പിനാ? നിങ്ങൾ അടുപ്പിന് കൊടുക്കുവാനും പറയുന്നേക്കല്ലോ. അഗ്നി അല്ലേ? അങ്ങനെ കൊടുക്കുന്നയാ? എന്തിന്? അപ്പം നല്ലതായി കിട്ടാനാണോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യലുണ്ടാ? കമന്റ് ചെയ്യണേ. അപ്പം നോക്കാം. എടുക്കുന്നുണ്ട് അപ്പം പണ്ട് കുത്തിയിട്ട് തന്നെ ഇങ്ങോട്ടല്ലേനോ? സിസ്റ്റം എല്ലാം മാറ്റിയല്ലേ നിങ്ങൾ?
അടിപൊളി അപ്പം. അപ്പത്തിന് കുറച്ച് കളർ കുറവുണ്ട്, ബാക്കിയല്ലോ കളർ കുറവ്. വെള്ളം വെള്ളമായിരിക്കും. വെള്ളം നല്ല ചോപ്പല്ലേ. കുറച്ച് ആദ്യം പെയിന്റ് അടിച്ചോക്കെ. നിങ്ങളാക്കട്ടെ, ഞാനിപ്പുറമുണ്ട്. ചങ്ങായി മാറേ, മാമൻ ഒറ്റക്കായോണ്ട് ഇവിടെ കുറച്ച് ആള് വന്നിട്ടുണ്ട് കേട്ടാ. ആളെ കാണിച്ചു തരാം. ഇതാ നമ്മളെ തമ്പുരു മോനെ കേട്ടാ. തമ്പുരു ഒക്കെ സ്നേഹമുള്ളു മാമനോട് അല്ലേ. മാമൻ ഒറ്റക്കായോണ്ട് വന്നല്ലേ വരുമ്മ. ചങ്ങായിമാരെ അമ്മ ചറവറ എത്തിക്കുന്നുണ്ട്. കണ്ണ് കണ്ടടാ ഓടിക്കോ കയ്യില് കുത്തടോ. പണ്ടാരെ വീഡിയോ ഇട്ട പോലെ ഇത് കത്തു. വീഡിയോ അമ്മ ഒരു 10 രൂപ ഒതുക്കണമെന്നുണ്ട്. ചങ്ങായിമാരെ ചറവറ ചങ്ങായിമാരെ പച്ച കളർ കമ്പിത്തിരി കത്തിക്കുന്നു. ഇതാ അമ്മ വീണ്ടും അടുത്ത ശ്രമം. ഒരു ശ്രമം വാളിപ്പോയാൽ അടുത്ത ശ്രമവുമായി രജിത. കത്തി 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 പറ്റിച്ചേ. ചങ്ങായിമാരെ വീണ്ടും വീണ്ടും അമ്മ. ഇതാ ഇവിടെ 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 വരെ. അടുത്തതായി ചാട്ടവാറിന്റെ അഭ്യാസ പ്രകടനങ്ങളുമായി രജിത. എന്റെ കാർമലാറെ 2 അഭ്യാസികൾ വന്നു. ഇല്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല. മാമന്റെ അഭ്യാസ പ്രകടനം. ഇങ്ങോട്ട് നോക്കി ലൈറ്റ് നോക്കപ്പാ. മാമന്റെ അഭ്യാസങ്ങൾ. വാൽപ്പായറ്റ് രാമൻ, കളരി സുഗു, അപ്പുറത്ത് നമ്മമ്മയും ഇപ്പുറത്ത് മാമനും. രണ്ടാളും കൂടി പോരും നടത്തുന്നു. ആര് ജയിക്കും ആര് തോൽക്കും കണ്ടറിയാം. അമ്മയും മകനും തമ്മിൽ മത്സരം. ചാട്ടവാറെടുത്തോണ്ട് പേടിപ്പിക്കാനായി നിച്ചി. കത്തിത്തിരാനായ ചാട്ടവാർ കറക്കി കളിക്കുന്നു. ചങ്ങായിമാരെ അടുത്തത് അമ്മ ബൽചക്രം കത്തിക്കുന്നുണ്ട്. ചങ്ങായിമാരെ അതിഗംഭീര പ്രകടനമായി ബൽചക്രം.
കേട്ടാ. ഇത് കഴിഞ്ഞ പഴയത് അടിപൊളിയല്ലേ ചങ്ങായിമാരെ. എല്ലാരും പെൻസിലോണ്ട് എഴുതു വയ്യ. ഇവര് പെൻസിൽ കത്തിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട നാശം. അത്രേ ഉള്ളൂ. ഈ ഭാഗ ഇതിലിട്ടായോ? വേണ്ട. അഭ്യാസങ്ങൾ. വീട് പടക്കണ്ടേ? കത്തി മാറി മാറി. തമ്പുരുമോളുടെ അതിസാഹസിക പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചങ്ങായിമാരെ. തമ്പുരുമോൾ, ഇതാ നമ്മുടെ തമ്പുരുമോൾ. ഇതാ 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 ഇവിടെ ഇവിടെ. നമുക്ക് 100 തേച്ച് വെക്കാം. അതിങ്ങനെ ചട്ടിക്ക് തേക്കാം. നല്ല വൃത്തിയിലാക്കിണ്ട് വെച്ചാൽ മതി. മറ്റേ ഫാൻ വരില്ലേ പറഞ്ഞിട്ടുള്ള രണ്ടും മാറ്റം. ഇതിനല്ലേ നമ്മളെ മാമനെല്ലാം പഠിപ്പിച്ചിരും. 4 വെള്ളം പെയ്യുന്നത് അത് ഉണങ്ങുമ്പോ വേഗം ഇതാവും, നല്ല കളർ വരും. മാമ ഇത് രണ്ടും ഒന്നിങ്ങനെ മാറ്റം. ഇത് രണ്ടും ഒന്നിങ്ങനെ മാറ്റം. മാമൻ ഒരുപാട് വിട്ടു വന്നേരോ. നന്നാക്കിയാ പറയാം. വെള്ളം വേണ്ടല്ലോ. ഞാൻ കുളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ടേ. നീ അങ്ങോട്ട് നേരെ നിന്നെ ക്ലിയർ. കുളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ടേ മാമന്റെ മോള് അല്ലേ?
ഇതെന്തിനാ ഇങ്ങനെ 100 വരക്കുന്നത്? ഇതാ ഇത് രാവിലെ കാണുമ്പോ നല്ല ഭംഗിയുണ്ടാവും 100. ഇപ്പൊ ഇത് ഉണങ്ങിയിട്ടുണ്ടോ? നല്ല രസമില്ല കാണാൻ. അതിന് വേണ്ടി ഉള്ളേ അമ്മമ്മേ അതിന് വേണ്ടിട്ടാ വിഷുവിനാണ്. പറഞ്ഞു കൊടുക്കാം അമ്മമ്മേ എന്തിട്ടാണ് ഇത് വിഷുവിന് വേണ്ടിട്ട്, പറഞ്ഞു കൊടുക്ക് കണ്ണന് വേണ്ടിട്ട്. പറഞ്ഞു കൊടുക്ക് ഉണ്ണിക്കണ്ണന് വേണ്ടിട്ട് കണ്ണു കൊള്ളാണ്ട് കാണാൻ. അതെ അമ്മമ്മേ എന്തേ പറഞ്ഞു കൊടുക്ക് കണ്ണി വെച്ചിട്ട് കണ്ണുകൊണ്ടാണ്ടിരിക്കാൻ. അതൊക്കെയാണ് ഇത് 4 കണ്ണ്, അവർക്ക് കണ്ണുകൊണ്ടാണ് 100 കുത്തിയിട്ടാ. 100 ബത്തക്കൊക്കെ ആക്കുന്നുണ്ട് അല്ലേ മാമ? ഒരാൾ എന്നോട് വന്ന് ചോദിക്കാൻ വല്ല ഇതിനെന്നാ പറയുവാണ്. പിന്നെ അവരൊക്കെ കുട്ടികൾ പിന്നെ മാമ ചോദിക്കാണ്ടിരിക്കുന്നില്ല. അടി പൈസ എന്നാ കൊടുക്ക്. അടി ബസ്സറ് മോളെ. ചങ്ങായിമാരെ നമുക്ക് ഇത് കെട്ടാലോ? വാ അമ്മ, ഏതാ ആദ്യം കെട്ടണ്ടേ? വാങ്ങിയാ ചപ്പ് കുറച്ച് പൊട്ടിച്ചോ മാറിടൂ. ഒന്നപ്പോ 20 കെട്ടല്ലേ? പിടിച്ചാ അത് കുറച്ച് കൊടുക്ക്. കാണുന്നില്ല. പൊട്ടിക്ക ചപ്പൊട്ടിക്ക മാങ്ങ കാണുന്നതിലുണ്ട്. പോരെ? ഗ്ലാസ് കൊണ്ടൊക്കെ കോപ്പയിലങ്ങനെ കളയാൻ മോളെ. അത് കുറച്ച് കയറ്റിക്കൂടെ? അത് താഴത്തെ തന്നെ വെട്ടിക്കോ, മേലത്തെ കെട്ടണ്ട. താഴത്താക്കിട്ട് മതി. പിടിക്കണേ. ഇത്ര സാധനമാ? കാണാം കുറച്ച് കുത്തിയ പോലെ. അത് നല്ലത്. അമ്മമില്ലേ എല്ലാം ഇങ്ങനെ സൈഡിലത് പൊട്ടിക്കണ്ടപ്പോ അപ്പുറത്തെ ഭാഗത്തൊക്കെ കവറാന്നുണ്ട് പൊട്ടിക്കുന്നത്. ഞാൻ കാണൂല. ആ ഇപ്പം കാണും. മതിയോ? എന്റെ മതിയാ. കുറച്ച് കയറ്റിക്കോ, കുറച്ച് കയറ്റിക്കോ. ആ മതി. ഇപ്പുറത്തുനിന്നും വാശിയേറിയ കെട്ടൽ മത്സരം. കൊന്ന കാണുന്നുണ്ടോ? അപ്പൊ നമ്മള് കണ്ണ അല്ല കൊന്ന കട്ടി തൂക്കുന്നത്. കൊന്നടാ? വേണ്ട വേണ്ട. ആ വെക്കാം. എന്താ ചങ്ങായിമാരെ കണി വെക്കാൻ തുടങ്ങി കേട്ടോ അമ്മ. കണി വെക്കുന്ന മുഴുവനായിട്ട് കാണിക്കുന്നില്ല, അതെന്തായാലും നമുക്ക് നാളെ കാണണ്ടല്ലേ. തമ്പൂര് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെയാണ് കെട്ടിയിട്ട് ആക്കിയിട്ടില്ല കേട്ടാ. ഇവിടുന്ന് തേജു കാർത്തിക വിളക്കൽ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ കണി ബാക്കി നമുക്ക് നാളെ കാണാം കേട്ടോ. നമ്മ കണി വെക്കട്ടെ. നമ്മൾ ചോറുന്നില്ല, ചോറ് നമുക്കെല്ലാം പോയിട്ട്. അപ്പോ കണിയും പടക്കം പൊട്ടിക്കൽ എല്ലാം നാളെ ഉണ്ടാവും. ഓക്കെ അല്ലേ? നിങ്ങളും പൊട്ടിക്കണം. നമുക്ക് പൊട്ടിക്കാം. കമന്റ്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്തേ. നിങ്ങൾ നല്ല പണി നോക്കാൻ അതിലും ഉണ്ട്. എന്തെല്ലോ പറയുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പറയാം. അമ്മമ്മക്ക് ഹെൽപ്പർ ഉണ്ട് കേട്ടോ. ഹെൽപ്പറെ പേരെന്നാ? ഹെൽപ്പറെ പേരെന്നാ? ഇതാ ഹെൽപ്പറെ പേരെന്നാ? തമ്പുരു. തമ്പൂർ രതീഷ. അമ്മ
അത് വിളിപ്പിക്കും. ചങ്ങായി പറയാ നമുക്ക് കണി കാണാം. കണ്ണ് പൂട്ടി വന്നോ, കണി കാണാം. എന്താ ചങ്ങായി പറയാ അമ്മ നല്ല ചക്രം കത്തിക്കുന്നുണ്ടേ, നമുക്ക് കാണാലോ. മോള് ആ കമ്പിത്തിരി കത്തിക്ക് നോക്കിയാ. എല്ലാരും വിശ്വാസിക്കാൻ വെടിപൊട്ടിച്ചില്ലേ? ഇതാ നമ്മളും വെടിപൊട്ടിക്കുന്ന അന്നേരം പോലെ. അതാ തമ്പുരു മോൾ പൂക്കുറ്റി കത്തിക്കുന്നുണ്ട്. ഓടിക്കോ. ആയിട്ടില്ല ആയിട്ടില്ല ഇല്ല. ആ പറഞ്ഞോ. തമ്പുരു മോക്ക് എന്തോ പറയാനുണ്ടല്ലോ എല്ലാരോടും. എല്ലാവർക്കും എന്റെ ഹാപ്പി വിഷു. വേറെ ഒന്നും പറയാനില്ല. കണി എന്ത് ചെന്നുണ്ട്? കണി എന്തുണ്ട്? സൂപ്പറാ സൂപ്പറാ. അതെയാ അച്ഛനും അമ്മയും കൂടി കഷ്ടപ്പെട്ട് വെച്ചതാ. ഞാനും അപ്പൊ അച്ഛനില്ലേ? അച്ഛനും ഉണ്ട്. വിഷുവൽ എന്തുണ്ട്? വിഷു എന്നോട് അടിപൊളി തന്നെ. എല്ലാവർക്കും ഹാപ്പി വിഷു. അമ്മേ എല്ലാരോടും ഹാപ്പി വിഷു അറിയുന്നില്ല. എല്ലാരോടും തന്നെ ഹാപ്പി വിഷു. ഹാപ്പി വിഷു എല്ലാവർക്കും. ചങ്ങായി പറയാം അമ്മായി വരുന്നുണ്ട്. അമ്മായി ഹാപ്പി വിഷു. വാ കേറി. അമ്മായി ഹാപ്പി വിഷു. കണി കാണണ്ടേ. വിളക്കാൻ കെട്ടുമില്ലേ മറ്റേത് ചിരാഗ്. എന്തിന്റെ അമ്മ ഈ കണി നമ്മളെ? അതെയാ കഷ്ടപ്പെട്ട് ഞാന് മോളാ കഷ്ടപ്പെട്ട് എല്ലാം ശരിയായി കൊടുത്താ. ചങ്ങായി പറയാ അമ്മ കൈനീട്ടം മേടിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടാ. കൈനീട്ടം തരാൻ പോകുന്നുണ്ട് അമ്മ. അമ്മ അമ്മേനൊക്കെ ഇന്ന് എല്ലാവർക്കും കൈ നീട്ടോ. വിഷ്ണു വാ വാ.
എല്ലാവർക്കും കഴിഞ്ഞിട്ടോ ഇത് വാ വാ തേജന് കൈനീട്ടം. തമ്മില് മോള് വാ വേഗം ഓടി ഓടി വാ കണ്ണാ കണ്ണാ ഓടി വാ. അതെ തമ്പുരു മോക്ക് കൈനീട്ടം. അതാണ് ശരിയായ തമ്പുരു മോള് അല്ല ഒരു ചങ്ങായി പറയാ. നമ്മളെ വിഷുവിന്റെ സദ്യന്റെ പരിപാടി ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ അമ്മ. എന്തെല്ലാം വിഭവങ്ങള് നമുക്ക് ചോദിച്ചു നോക്കാറോ. അമ്മ അമ്മ ഇങ്ങ് നോക്കാം. എന്നാ ഇന്ന് കറക്റ്റല്ല കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയേട്ടാ. അവിയല് അവിയലല്ലേ എല്ലാം ആയി കേട്ടാ. ചോറായി, സാമ്പാറായി, സാമ്പാറായി, അവിയലായി. എന്തല്ലേ ഇന്ന് ഉള്ളമേ നമുക്ക് വിഷു സദ്യക്ക്? ഇന്ന് ചോറ്, സാമ്പാറ്, കൂട്ടുകറി, അവിയല്, കുറച്ച് ഓലനാക്കണം, വറവ്, അച്ചാറ്, പപ്പടം, പ്രഥമൻ, പായസല്ലേ? അതെല്ലാം ഉപ്പുണ്ടോ നോക്കാം. നിങ്ങള് നോക്കിയാ പോരെ? നോക്ക് ടേസ്റ്റ് നോക്ക്. കൈ പൊള്ളിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചിട്ടോ നിങ്ങള് ഇതെല്ലാം ആക്കട്ടാ. ഞാൻ അപ്പുറം ഇപ്പുറം പോയി കണിയെല്ലാം കണ്ടിട്ടിരുന്നു. ചങ്ങായി പറയാ പകൽ വെളിച്ചത്തിൽ നമ്മളെ കണി കണ്ടാ എന്തുണ്ട്? എല്ലാരും കമന്റ് ചെയ്യണം നമ്മളെ കണി വെച്ചെന്തുണ്ട്. നമ്മളെ കണി കേട്ടാ. ചങ്ങായിമാരെ ഞാൻ കുളിച്ച് റെഡിയായി വന്നേട്ടാ. ഇനി നമ്മളെ ചങ്ങായിമാരെല്ലാം കാണാൻ പോണം. അവരെല്ലാം അടി ഉണ്ടാവും ചിലപ്പോ ഈ സൈഡ് പോയി കയ്യിലെടുക്കുന്ന അമ്മ എന്തോ ആക്കുന്നത് നോക്കാലോ. ചങ്ങായിമാരെ തമ്പാൽ ഒഴിക്കുന്നുണ്ട്. തമ്പാലെന്നല്ല പറയാ അമ്മേന് തേങ്ങാപ്പാൽ കേട്ടാ പ്രഥമൻ ആക്കുന്നുണ്ട്. എന്തായി അമ്മ കഴിഞ്ഞില്ല നിങ്ങള് ഇനി പ്രഥമനും കൂടി ആകാനല്ലോ. എനിക്ക് കണ്ടെടുത്ത കണ്ടുകൂടാ സാധനമാണ് കേട്ടോ പ്രഥമൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം സേമിയ പായസം. അത് കഴിഞ്ഞ പിന്നെ പാൽ പായസം. സദ്യക്ക് പ്രഥമനാണ്. പ്രഥമനാക്കാം. ഒരു അര ക്ലാസ് ഓടിക്കും നമ്മള്. എന്നാ പിന്നെ ഞാൻ പോട്ടെ, പോയിട്ട് വരും. ചങ്ങായി മാറേ നമ്മളെ ചങ്ങായി വന്നിട്ടുണ്ട് ലത്തീഫ്. വേറെന്താ പറയേ? വിഷു കഴിച്ച് എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പിന്നെ അവന് പണീൻ്റെ കേട്ടോ. പണീൻ്റെ അടുക്ക് പാഞ്ഞു വന്നേ വിളിച്ചിട്ട്. അല്ലെങ്കിൽ തലേന്നേ വരാൻ പറഞ്ഞു. പണ്ട് നമ്മള് തലേന്നാൾ വന്ന് വെടിവെട്ടിക്കുന്ന പറഞ്ഞില്ലേ. താമസിക്കലും ചെയ്ത് വിഷുവിന് രാവിലെ കണിയെല്ലാം കണ്ട് വെടിയെല്ലാം പൊട്ടിച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന കേട്ടാ. ഇപ്പൊ തിരക്കുകൾ ഒന്നിനും സമ്മതിക്കുന്നില്ല അല്ലേ. എന്നാ വാ കേരള ചങ്ങായിമാരെ. എന്നാ നമുക്ക് വിഷു സദ്യ കഴിക്കാം. അമ്മ ചോറിലെടുത്ത് വന്നിട്ടുണ്ട് വിളമ്പാൻ വേണ്ടിട്ട്. നമുക്ക് വാ. എന്താ അമ്മ വിളമ്പുന്ന ചേച്ചി പുതിയ ഉപ്പാലിട്ടിട്ട് വന്നിരിക്കുന്നുണ്ട്. സാമ്പാർ അടുത്തതായി നമ്മൾ കാഴ്ചവെക്കുന്നത് അവിയൽ. ഭയങ്കര അഭിപ്രായം പറഞ്ഞേട്ടാ. ഞാൻ പോകുമ്പോ നമ്മളെ ചങ്ങായിമാർക്ക് എടുത്തോണ്ട് കൊടുത്തിന്. അവര് ഭയങ്കര അഭിപ്രായം. അമ്മ പൊങ്ങിയങ്ങ് പോയിട്ടേ പിടിച്ചാ കിട്ടൂലേ ഇനി അമ്മ. അവിയലും കൂട്ടുകാരെയും കൊണ്ട് കൊടുത്തിട്ട് അവർ അടിപൊളിയാന്ന് പറയും.
അടുത്തതായി കാഴ്ചവെക്കുന്ന ഐറ്റം നിങ്ങൾ തന്നെ പറ, ഞാൻ അതിന്റെ പേര് അറിയുന്നില്ല എന്നാണ് കണ്ടിട്ട്. നമ്മളെ നാട്ടിലെ ഈ സാധനം ഇങ്ങനെ ഉണ്ടാവും കേട്ടാ, എന്നാന്ന് ഞാൻ പറയുന്നില്ല. കമന്റ് ചെയ്യൂ എന്താണെന്ന് വെച്ചാൽ. എല്ലാം ലത്തീഫിനോട് ചോദിക്കാം നമുക്ക് ലാസ്റ്റ് തിന്നിട്ട് എന്തുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഉള്ള പോലെ പറയണേ. അടുത്തത് വറവ്. അടുത്തത് നമ്മേ ഇതിന്റെ പേരെന്നാ ഓലല്ലേ? പച്ചടി. പച്ചടിയാ? നമ്മക്കറിയാൻ നോക്കാൻ വേണ്ടി ചോദിച്ചാ. പച്ചടി പച്ചടി തൊണ്ടവേനുള്ളൊക്കെ പച്ചടി കൊടുക്കണ്ട കേട്ടോ. ഇതാ അടുത്തതാണ് ഞാൻ പറഞ്ഞ സാധനം, ഓലൻ. ലോലൻ. ലാസ്റ്റ് അമ്മേന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. എങ്ങനെ പറയാം, എല്ലാം പിന്നെ മൊത്തം ഞാൻ തന്നെ അല്ലേ അമ്മ. അടുത്ത് എവിടെയും ആർക്കും കിട്ടാത്ത സാധനം എന്താ നമ്മൾ കൊടുക്കുന്നു, സദ്യക്കായി സമർപ്പിക്കുന്നു. പപ്പടം. പപ്പടം കൊടുക്കായിട്ട് അടിയെല്ലാം നടന്നിട്ടുണ്ട് ശരിക്ക്. ഇപ്പൊ ഇതിനിടക്ക് 2-3 ദിവസം മുന്നേ ന്യൂസിൽ കണ്ടു. അച്ചാർ, അടുത്ത അച്ചാർ ഞങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിജീസ് വേൾഡ്. ചങ്ങായിമാരെ, നമ്മളെ തമ്പുരുമോളെ കുപ്പാച്ചി എന്തുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ. ആ പറ. നീ വിളിച്ചിട്ട് വന്നിട്ടില്ലല്ലോ, കുളിക്കാൻ പോയിട്ടല്ലേ? എന്നാ വാ ഇട വെക്ക് അമ്മേ, ഇട വെക്ക്. ഇരിക്കുന്നാ എന്നിട്ട് ചോറുന്നുണ്ടോ ചങ്ങായി പറയാം? ചങ്ങായി പറയാം അടുത്ത പ്രഥമം കുടിക്കട്ടെ കേട്ടോ. എത്തിപ്പോ ഇല വെച്ചിട്ട് കുടിക്കേണ്ട പരിപാടിയാ? ഇല വെച്ച് പഴമെല്ലാം കൂട്ടി തിരുമ്മിച്ച് കുടിക്കാനോ? അച്ചാർ കടായിട്ടാ നീ? തമ്മിൽ നീ പായസം കുടിച്ചാ? അടിപൊളി. തമ്മിൽ ഒരു ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താ? ആനന്ദം കളിക്ക്, കാണിച്ചു കൊടുക്ക്. നീല്ലേ ഈ ലത്തീഫ്ഖാന്റെ മോഹനിലില്ലേ ഏതാ ഡാൻസ് കളിയെന്ന്? അവരെ വീട്ടിൽ പോയ പെരുന്നാളിന് ആരും പറയാണ്ടോനെ ഏതാ ഡാൻസ് കളി എന്നറിയാം. എന്തുണ്ട് പായസം? ഓ എനിക്കും പ്രധാന ഇഷ്ടം. അടിപൊളി സാധനം. ചങ്ങായിമാരെ ഇവര് തിന്നു കഴിഞ്ഞേട്ടോ. ഞാൻ ലത്തീഫും പുറത്തിരുന്ന് വർത്താനം പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് ഇവര് ഒന്ന് വെട്ടി പിഴിഞ്ഞ് കളഞ്ഞു കൊറേ വളർത്തിട്ട്. തമ്പുരുമോള് തിന്നുന്നുണ്ട്. ഏതാ കണ്ടാ നമ്മളെ തമ്പുരുമോള് എന്തുണ്ട് ചോറും കറിയെല്ലാം? പറ, ഇങ്ങോട്ട് നോക്കിട്ട് പറ, അഭിപ്രായം പറ. സൂപ്പറാ? അമ്മ ആക്കിന്ന് പറയാം. അമ്മ എന്തുണ്ട് ചോറും കറിയല്ലോ? എനക്കറിയില്ല, എല്ലാം പറയാറാ. നീ ഇതോടെ ഇരിക്കാം. എന്തുണ്ട്? അടിപൊളിയാണ് എല്ലാം. ഒന്നും കുണമില്ലാണ്ടില്ല? ഇല്ല. എല്ലാം അടിപൊളിയല്ലേ? നീ കൊണ്ടുപോയിട്ടുണ്ട് ചങ്ങായിമാരെന്ന് പറഞ്ഞേ.
ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോണ്ടിരിക്കാൻ വേണ്ടി ചോദിച്ചോണ്ടിരിക്കോ. അവരടിപൊളിയാന്ന് തന്നെ പറഞ്ഞു. അവർക്ക് അവിയലും കൂട്ടുകറിയല്ലേ കൊണ്ട് കൊടുത്തിട്ടുള്ളൂ. ചങ്ങായിമാരെ ലത്തീഫ് പോക്കാന്ന്. ഇതിന് പണിയുള്ളതുകൊണ്ട് അവരൊന്നും വരാൻ കേട്ടോ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരാന്നെല്ലാം പറഞ്ഞ പണി ലീവാക്കാൻ പറ്റുന്നുണ്ട്. പണി കിട്ടി അല്ലേ? വേറൊരു സംഭവം എന്തായാലും വീട്ടിൽ പോയി അവരെല്ലാം കൂട്ടി വരികയാണ്. വേറെ ദിവസം വരാം, 2 ദിവസം. ഓക്കെ. തിന്നു മോനെ, വേണ്ട മോളെ. പാട് പാട്, നീ പാട്. കൈമുട്ടല്ല നമ്മളെ വിട്ട്. അപ്പങ്ങളെമ്പാട് നെയ്ക്ക് അരികലക്കി ചുട്ടപ്പം മധുരമുള്ള നെയ്യപ്പം. അരികലക്കി ചുട്ടപ്പം മധുരമുള്ള നെയ്യപ്പം പാടുമോളെ പാടുമോളെ. അങ്ങനെ പറയാ, വിഷുവിന്റെ സദ്യ കഴിച്ചത് എലിന്റെ ഉള്ളിൽ കുത്തിയിട്ടില്ല. പാട്ട് പാടുന്നതാ നിങ്ങളെ കാണുന്നുട്ടോ. നല്ല മഴയും പെയ്താ ഏതാ പെയ്ത വീട്ടിലും മഴ പെയ്ത് എന്റെ ചെടിയെല്ലാം പോയി. ചങ്ങായിമാരെ, അങ്ങനെ നമ്മളെ ഇക്കൊല്ലത്തെ വിഷുവെല്ലാം കഴിയാനായി കേട്ടാ. നമ്മളെ 2 പക്ഷികളാണ് സേഫായി ഇരിക്കുന്നുണ്ട്. ഇന്ന് പകലതിന്റെ അച്ചി വന്നിരുന്നു. അതിന്റെ അച്ചികൾ 2ഉം വന്ന് നോക്കി ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് പോയതാട്ടാ. അവരെല്ലാം സേഫാണ്. നമ്മളും ഏറെ സന്തോഷവാന്മാരാണ്. ചങ്ങായിമാരെ, അങ്ങനെ നമ്മളെ വിഷു തീരാൻ പോകുന്നിട്ടാ. തീരാനായി. എല്ലാവരോടും നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് വിഷു എന്നല്ലോ. ആദ്യം അമ്മ, എങ്ങനെയുണ്ട് വിഷു? വിഷു അടിച്ചു പൊളിച്ച് നമ്മള് ഇങ്ങനെയൊന്നും കഴിക്കാൻ വിചാരിച്ചിട്ടില്ല. ഒരു ചെറിയ മട്ടത്തിൽ അത്ര വലിയൊരു ആഘോഷം ഒന്നും ആക്കാൻ വിചാരിച്ചിട്ടില്ലേനു. എനിക്ക് എന്റെ മോൻ ഗൾഫിൽ പോകുന്നു പറഞ്ഞോണ്ട് ഭയങ്കര സങ്കടം. അതുകൊണ്ട് വിഷു ഒന്നും അത്ര ഉഷാറില്ലാന്ന് വിചാരിച്ചാണ്. പിന്നെ ഇവരെല്ലാം വിളിച്ച് ഇവരെല്ലാം വന്ന് അതുകൊണ്ട് പിന്നെ നമ്മള് വിഷു അങ്ങ് അടിച്ചു പൊളിച്ച് ഉഷാറായിട്ടാണ് കഴിച്ച്. നമ്മളെല്ലാരും വിശ്വസിച്ച് വിളിച്ച് നിങ്ങളടിച്ച് വിളിച്ചിനാണ് കമന്റിൽ ഇടണേ. പിന്നെ വേറെ വെടിയെല്ലാം പിടിച്ചാ വെടി കുറച്ച്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണ്. അടിപൊളിയാ. വേറെ എന്താ പറയാ ചങ്ങായിമാരോട്? ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് ഇത്? അടിപൊളിയായിരുന്നു. വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ച്. അങ്ങനെ നല്ല വിഷു. ചങ്ങായിമാരെ, അങ്ങനെ നമ്മളെ വിഷു അടിച്ചു പൊളിച്ചു. നിങ്ങളെ വിഷു എങ്ങനെയുണ്ടായിരുന്നു എല്ലാരും കമന്റ് ചെയ്യട്ടാ. അപ്പൊ വരാന്നില്ലല്ലോ അല്ലേ? ഒരു കൊല്ലം കാത്തിരിക്കാം അടുത്ത കൊല്ലത്തെ വിഷു വരുന്നത് വരെ. അതെ. അപ്പോ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും എല്ലാവരും കൂടെ ഹാപ്പി വിഷു തന്നെ. ഞാൻ റെഡി 1 2 3 റെഡി 1 2 ഹാപ്പി വിഷു.